ഈശോ മിശിഹായിൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരീ സഹോദരങ്ങളെ, എനിക്ക് ദാഹിക്കുന്നു, എനിക്ക് ദാഹിക്കുന്നു. കുരിശിൽ കിടന്നുകൊണ്ട് കർത്താവീശോ മിശിഹ മുഴക്കിയ നിലവിളികളിലൊന്ന് എനിക്ക് ദാഹിക്കുന്നു. എന്താണ് പ്രിയപ്പെട്ടവരെ ഈ വാചകത്തിൻ്റെ അർത്ഥം? തീർച്ചയായും ഈശോയ്ക്ക് നല്ല ദാഹമുണ്ടായിരുന്നുവെന്ന് ഊഹിച്ചാൽ തന്നെയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം തലേ രാത്രി പെസഹ വ്യാഴാഴ്ച ശിഷ്യന്മാരോട് ഒപ്പമിരുന്ന് പെസഹ അപ്പം ഭക്ഷിക്കുകയും മുന്തിരിച്ചാറ് പാനം ചെയ്യുകയും ചെയ്തതിന് ശേഷം പിന്നീട് ഈ നിമിഷം വരെ, കുരിശിൽ തൂക്കപ്പെട്ട ഈ നിമിഷം വരെ കർത്താവ് ഒരു തുള്ളി ജലം പോലും പാനം ചെയ്തിട്ടില്ല. മാത്രമല്ല, ഉച്ചിത്തൊട്ടുള്ളൻകാൽ വരെയും പിച്ചി ചീന്തപ്പെട്ട അവസ്ഥയിൽ, ക്രൂരമായി ചമ്മട്ടികളാൽ തല്ലിച്ചതയ്ക്കപ്പെട്ട അവസ്ഥയിൽ ശരീരത്തിലുണ്ടായിരുന്ന രക്തം മുഴുവനും വാർന്നുപോയി. അതിശക്തമാം വിധത്തിൽ കർത്താവിന് ദാഹം അനുഭവപ്പെടുക എന്നുള്ളത് വളരെ സ്വാഭാവികമായ ഒരു കാര്യം. എന്നാൽ പ്രിയപ്പെട്ടവരെ, എനിക്ക് ദാഹിക്കുന്നു എന്നുള്ള കുരിശിലെ ഈശോയുടെ നിലവിളിയുടെ അർത്ഥം കേവലം പച്ചവെള്ളത്തിന് വേണ്ടി മാത്രമായുള്ള ഒരു ദാഹമാണോ? പച്ചവെള്ളത്തിന് വേണ്ടിയുള്ള ദാഹം തീർച്ചയായും അതിലുണ്ട് എന്ന് നമ്മൾ സമ്മതിക്കുന്നു. എന്നാൽ കേവലം പച്ചവെള്ളത്തിന് വേണ്ടി മാത്രമായുള്ള ദാഹമായിരുന്നോ, നിലവിളിയായിരുന്നുവോ അത്? മേരി വാൾത്തോർത്താക്കി ഈശോ പ്രത്യക്ഷപ്പെട്ട് തൻ്റെ സഹനങ്ങളെക്കുറിച്ചൊക്കെ വിവരിക്കുന്ന കൂട്ടത്തിൽ ഈ നിലവിളി ശബ്ദത്തിൻ്റെ അർത്ഥവും വിവരിക്കുന്നുണ്ട്. പച്ചവെള്ളത്തിന് വേണ്ടിയുള്ള ശരീരത്തിൻ്റെ ദാഹത്തെക്കാളും അധികമായി ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ഈശോയുടെ ദാഹമായിരുന്നു അവിടെ നിലവിളിയായി ഉയർന്നത്. ലോകം മുഴുവനെയും, ഓരോ മനുഷ്യ ജീവിതങ്ങളെയും, ഓരോ ആത്മാക്കളെയും രക്ഷിക്കാനുള്ള അടങ്ങാത്ത ദാഹമായിരുന്നു ഈശോ കുരിശിൽ കിടന്ന് മുഴക്കിയത്. സ്വന്തം ജീവൻ ശരീരത്തിൽ നിന്ന് വേർപെടാൻ വെമ്പി നിൽക്കുന്ന നേരവും യേശുവിൻ്റെ ചിന്ത ലോകത്തിൻ്റെ മുഴുവൻ രക്ഷയായിരുന്നു. ക്രിസ്തുവിൻ്റെ ബലിയുടെ നിയോഗം ലോകരക്ഷയായിരുന്നു. ആത്മാക്കളെ രക്ഷിക്കാനുള്ള ക്രിസ്തുവിൻ്റെ ദാഹമാണ് പ്രധാനമായും ഈ നിലവിളിയിൽ, എനിക്ക് ദാഹിക്കുന്നു എന്ന നിലവിളിയിൽ നിഴലിക്കുന്നതായി നമുക്ക് കാണാനായിട്ട് സാധിക്കുക. പ്രിയപ്പെട്ടവരെയും, ഈശോയുടെ കണ്ണുകളിൽ ഒരു ആത്മാവിൻ്റെ വില ലോകം മുഴുവൻ്റെ വിലയേക്കാളും വിലയുള്ളതാണ്. ഈശോയുടെ കണ്ണുകളിൽ ഒരു ആത്മാവിൻ്റെ വില ലോകം മുഴുവൻ്റെ വിലയേക്കാളും മൂല്യമുള്ളതാണ്. കാരണം ഈശോ തന്നെ പറയുന്ന വാചകം, ലോകം മുഴുവനും നീ നേടിയാലും നിൻ്റെ ആത്മാവ് നശിച്ചാൽ പിന്നെ അതുകൊണ്ട് നിനക്ക് എന്ത് പ്രയോജനമെന്ന് ഈശോ ചോദിക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 26-ാം വാക്യം. നീ ലോകം മുഴുവനും നേടിയാലും നിൻ്റെ ആത്മാവ് നശിച്ചാൽ അതുകൊണ്ട് നിനക്ക് എന്ത് പ്രയോജനമെന്ന് ഈശോ ചോദിക്കുന്നു. അപ്പോൾ ലോകം മുഴുവൻ്റെ വിലയേക്കാളും വിലയുള്ളത് സ്വന്തം ആത്മാവിൻ്റെ വിലയാണ്. ഈ ലോകം മുഴുവനും ഞാൻ നേടിയെടുത്താലും അത് പരമാവധി എനിക്ക് ആസ്വദിക്കാൻ സാധിക്കുക ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന വർഷങ്ങൾ മാത്രം. ഞാനൊരു 100 വയസ്സ് വരെ ജീവിക്കുകയാണെങ്കിൽ 100 വർഷം ഇത് മുഴുവനും എനിക്ക് ആസ്വദിക്കാം, അനുഭവിക്കാം. അത് കഴിഞ്ഞാലോ? 100 വർഷത്തിനപ്പുറത്ത് അല്ലെങ്കിൽ മരണത്തിനപ്പുറത്തേക്ക് ഈ ഭൂമിയിലെ ഒരു സമ്പത്തും എനിക്ക് കൊണ്ടുപോവുക സാധ്യമല്ല. ഞാൻ ഈ ഭൂമിയിൽ ആർജിച്ചെടുത്ത കാര്യങ്ങൾ എന്തു തന്നെയാണ് എങ്കിലും അതൊന്നും മരണത്തിനപ്പുറത്തേക്ക് കൊണ്ടുപോവുക എനിക്ക് സാധ്യമല്ല. എന്നാൽ കൊണ്ടുപോകാൻ സാധിക്കുന്നൊരു കാര്യമുണ്ട്, അതിൻ്റെ ആത്മാവ് മാത്രം, അല്ലെങ്കിൽ എൻ്റെ ആത്മാവ് മാത്രമാണ് തുടർന്ന് നിത്യമായ ജീവിതത്തിലേക്കായിട്ട് പ്രവേശിക്കുന്നത്. അപ്പോൾ ഈ ആത്മാവിന് നാശം വരുത്തുന്ന രീതിയിൽ മറ്റെന്ത് കാര്യം ഞാൻ സമ്പാദിച്ചാലും എനിക്കതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. എൻ്റെ ആത്മാവ് നശിച്ചു പോവുകയാണ് എങ്കിൽ, എൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടു പോവുകയാണ് എങ്കിൽ, തീർച്ചയായും അങ്ങനെയാണെങ്കിൽ മറ്റെന്തെല്ലാം എനിക്കുണ്ടെങ്കിലും അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ലോകം മുഴുവൻ സൃഷ്ടിച്ചവൻ,
സൃഷ്ടപ്രപഞ്ചത്തെ മെനഞ്ഞെടുത്തവൻ ഇതാ പറയുകയാണ്, നിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ ലോകം മുഴുവനെയും നീ നേടിയെടുത്താലും എന്ത് പ്രയോജനമാണ് നിനക്ക് ഉള്ളത് എന്ന്. ഈ ഒരു വചനത്തെ വ്യാഖ്യാനിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം, ഈശോയുടെ കണ്ണുകളിൽ ഒരു വ്യക്തിയുടെ ആത്മാവിന്, എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ആത്മാവിന് ഈശോ കൊടുത്തിരിക്കുന്ന വില ലോകം മുഴുവൻ്റെ വിലയേക്കാളും മൂല്യമാണ്. കാരണം നമ്മൾ ഓരോരുത്തരും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ദൈവീക ഛായയിലും ദൈവീക സാദൃശ്യത്തിലുമാണ്. അപ്പോൾ ദൈവപുത്രീപുത്രന്മാരായ നമുക്ക് ദൈവമിട്ടിരിക്കുന്ന വില, ദൈവമാർക്കും വിലയിടാറില്ല. കാരണം ദൈവത്തോളം വിലയുള്ളവരായി ദൈവം നമ്മളെ കണക്കാക്കുമ്പോൾ വിലയിടുക സാധ്യമല്ല. ലോകം മുഴുവൻ്റെക്കാളും അതിനേക്കാളും അധികമായി എനിക്കും നിങ്ങൾക്കും എൻ്റെയും നിങ്ങളുടെയും ആത്മാക്കൾക്ക് വില കൽപ്പിക്കുന്ന കർത്താവ് ഈശോ മിശിഹ. വിശുദ്ധ ബെർണാർഡ് പുണ്യവാളനാണ് ഇപ്രകാരം പറയുന്നത്, കർത്താവിൻ്റെ കണ്ണുകളിൽ ലോകം മുഴുവൻ്റെ വിലയേക്കാളും വിലയുള്ളതാണ്, മൂല്യമുള്ളതാണ് നിൻ്റെ ആത്മാവിൻ്റെ വില. ഈ ബോധ്യം നമുക്കുണ്ടെങ്കിൽ തീർച്ചയായും ആത്മരക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കാനുള്ള ഒരു ദാഹം, ഒരു തീക്ഷ്ണത നമ്മളിൽ നിറയും. ആത്മരക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കാനുള്ള ഒരു ദാഹം. എന്താണ് ആത്മരക്ഷ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? സ്വന്തം ആത്മാവിനെ രക്ഷിക്കുക ഒന്നാമതായി. രണ്ടാമതായി നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ആത്മാക്കളെ രക്ഷിക്കുക. മൂന്നാമതായി ലോകത്തുള്ള മുഴുവൻ മനുഷ്യരുടെയും ആത്മാക്കളെ രക്ഷിക്കുക. നാലാമതായി മരണം മൂലം വേർപിരിഞ്ഞ് ഇപ്പോൾ ശുദ്ധീകരണ സ്ഥലത്ത് ആയിരിക്കുന്ന അല്ലെങ്കിൽ ശുദ്ധീകരണ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തികളുടെ ആത്മാക്കളെ നിത്യസൗഭാഗ്യത്തിലേക്കായി നേടിയെടുക്കുക. ഇതാണ് ആത്മരക്ഷ എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുക. കുറച്ചും കൂടെ ലളിതമായി എല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ, എൻ്റെ ജീവനും ജീവിതവും സ്വർഗരാജ്യത്തിന് അവകാശമാകും വിധത്തിൽ ഈ ഭൂമിയിൽ ജീവിക്കാൻ സാധിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മരിച്ചാൽ തീർച്ചയായും എനിക്ക് സ്വർഗത്തിൽ പോകണം, എന്നാലേ എൻ്റെ ആത്മാവ് രക്ഷപ്പെട്ടു എന്ന് നമുക്ക് പറയാൻ സാധിക്കൂ. ഞാൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ദൈവത്താലാണ്. എൻ്റെ ജീവൻ്റെയും ജീവിതത്തിൻ്റെയും അടിസ്ഥാന ലക്ഷ്യം ദൈവത്തിൽ ചെന്ന് ലയിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ശരീരം ഉപേക്ഷിച്ച് ആത്മാവ് ഇതാ സ്വർഗത്തിലേക്ക് മരണത്തിലൂടെ പറന്നു പോകാനായിട്ടിരിക്കുന്നു, അല്ലെങ്കിൽ കടന്നു പോകാനിരിക്കുന്നു. അപ്പോൾ എൻ്റെ ആത്മാവ്, എൻ്റെ ജീവൻ, എൻ്റെ ജീവിതം അത് ഞാനിനി സ്വർഗത്തിൽ പൂർത്തീകരിക്കപ്പെടുമ്പോൾ, മരണാനന്തരം സ്വർഗത്തിൽ ഞാൻ പ്രവേശിക്കുകയാണ് എങ്കിൽ എൻ്റെ ആത്മാവ് രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ ആ നിത്യസൗഭാഗ്യത്തിലേക്ക് എൻ്റെ ആത്മാവ് പ്രവേശിച്ചു. നേരെ മറിച്ചാണ് സംഭവിക്കുന്നത് എങ്കിൽ എൻ്റെ ജീവിതം മാനസാന്തരത്തിൻ്റെ ജീവിതമല്ല, നേരെ മറിച്ച് ഒരു ഈശോയുടെ സ്നേഹത്തിൽ നിന്ന് അകന്നു പോകുന്ന ജീവിതമാണ് എങ്കിൽ, മനഃപൂർവ്വം രക്ഷയെ നിഷേധിച്ചിട്ടാണ് ഞാൻ മരിക്കുന്നത് എങ്കിൽ തീർച്ചയായും എൻ്റെ ആത്മാവ് നരകത്തിലേക്ക് പോകേണ്ടതായി വരും. അങ്ങനെ വന്നാൽ ഇതാ ആത്മാവ് നശിച്ചു പോകുന്ന അവസ്ഥ. അപ്പോൾ ആത്മരക്ഷ എന്ന് പറയുമ്പോൾ സ്വർഗത്തിൽ പ്രവേശിക്കാൻ യോഗ്യമാം വിധം ഈ ഭൂമിയിൽ ജീവിക്കാനായിട്ട് തയ്യാറാവുക. മരണം മൂലം ഈ ഭൂമിയിൽ നിന്ന് വേർപിരിഞ്ഞാൽ തമ്പുരാൻ്റെ സന്നിധിയിലേക്ക് വരാൻ പറ്റും വിധം, സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റും വിധം എൻ്റെ ജീവിതത്തെ വിശുദ്ധീകരിക്കുക. അങ്ങനെ എൻ്റെ ആത്മാവിൻ്റെ രക്ഷ ഉറപ്പുവരുത്തുക. ഒപ്പം എൻ്റെ പ്രിയപ്പെട്ടവരുടെയും ലോകം മുഴുവൻ്റെയും ശുദ്ധീകരണ ആത്മാക്കളുടെയും രക്ഷയ്ക്കായി പ്രാർത്ഥിക്കുക, പരിശ്രമിക്കുക. ഇതാണ് ആത്മരക്ഷ എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുക. ഈശോ കുരിശിൽ കിടന്ന് എനിക്ക് ദാഹിക്കുന്നു എന്ന് നിലവിളിച്ചപ്പോൾ, കരഞ്ഞപ്പോൾ, ആ നിലവിളിക്ക്, കരച്ചിലിന് തീർച്ചയായും ആത്മരക്ഷാദാഹത്തിൻ്റെ അർത്ഥമുണ്ടായിരുന്നുവെന്ന് അനുമാനിക്കാനും ഊഹിക്കാനും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം കർത്താവ് ഈ ഭൂമിയിൽ അവതരിച്ചത് ലക്ഷ്യം തന്നെയും പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോയ മനുഷ്യവംശത്തെ മുഴുവനും, സകല ജനപദങ്ങളെയും സകല മനുഷ്യരെയും ദൈവപിതാവിൻ്റെ സ്നേഹത്തിലേക്ക് കൂട്ടിച്ചേർക്കുക. പാപം ചെയ്ത് നരകത്തിൻ്റെ അവകാശിയായി മാറിയ സകലരെയും സ്വർഗത്തിൻ്റെ അവകാശികളാക്കി മാറ്റുക. പാപം ചെയ്ത് പിശാചിൻ്റെ സന്തതികളായി മാറിയ സകലരെയും ദൈവത്തിൻ്റെ മക്കളായി വീണ്ടും ആ സ്ഥാനത്തേക്ക് ഉയർത്തുക. ഈ ലക്ഷ്യത്തെ പ്രതി ഭൂമിയിൽ വരികയും മനുഷ്യനോടുകൂടെ ജീവിച്ച് ചിന്തിക്കാൻ പറ്റാത്ത അവർണ്ണനീയമായ സഹനങ്ങൾ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും ഏറ്റുവാങ്ങി യാഗമായി തീർന്ന കർത്താവ് ഈശോ മിശിഹ ഇതാ കുരിശിൽ കിടക്കുമ്പോഴും മരണത്തിൻ്റെ തൊട്ടടുത്ത നിമിഷത്തിലും
യേശുവിൻ്റെ ആ ബലിയുടെ നിയോഗമായി യേശുവിൻ്റെ നിലവിളി ശബ്ദം അവിടെ ഉയരുകയാണ്, എനിക്ക് ദാഹിക്കുന്നു, എനിക്ക് ദാഹിക്കുന്നു. ലോകം മുഴുവനെയും സകല ജനപദങ്ങളെയും രക്ഷിച്ചെടുക്കാനുള്ള ക്രിസ്തുവിൻ്റെ ദാഹം. ഈ ദാഹത്തിൽ നമ്മൾ ഓരോരുത്തരും പങ്കാളികളാകണം. ഈ ദാഹത്തിൽ പങ്കാളികളായ വ്യക്തികളെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ വിശുദ്ധർ എന്ന് വിളിക്കുക. ഏതൊരു വിശുദ്ധനും വിശുദ്ധയും ക്രിസ്തുവിൻ്റെ ഈ ദാഹത്തിൽ പങ്കാളികളായ വ്യക്തികളായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സ്വന്തം ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി, വിശുദ്ധിക്ക് വേണ്ടി, വിശുദ്ധീകരണത്തിന് വേണ്ടി, സ്വർഗരാജ്യ പ്രവേശനത്തിന് വേണ്ടി സ്വർഗം മാത്രം കൺമുൻപിൽ കണ്ട് ജീവിച്ച വിശുദ്ധാത്മാക്കൾ. എന്നാൽ അവരെ സംബന്ധിച്ചിടത്തോളം അതിലുമുപരിയായി അവർ മറ്റുള്ളവരുടെ രക്ഷയ്ക്ക് വേണ്ടി സഹനത്യാഗങ്ങൾ ഏറ്റെടുക്കുകയും പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും നൊയമ്പാചരിക്കുകയും പരിഹാരത്തിൻ്റെയും പ്രായശ്ചിത്തത്തിൻ്റെയും ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി നയിക്കുകയും ചെയ്തവരാണ് ഓരോ വിശുദ്ധാത്മാക്കളും, ഓരോ പുണ്യാത്മാക്കളും. ഈശോ മിശിഹായിൽ സ്നേഹമുള്ളവരെ, എല്ലാ വിശുദ്ധരും ലോകം മുഴുവനെയും മരണാനന്തരം മരണം മൂലം വേർപിരിഞ്ഞ് ശുദ്ധീകരണ സ്ഥലത്തായിരിക്കുന്ന ആത്മാക്കളെയും തങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഒപ്പം തങ്ങളുടെ തന്നെ ആത്മാവിനെയും രക്ഷിച്ചെടുക്കാൻ ഈശോയുടെ ഈ ദാഹത്തിൽ, ആത്മരക്ഷാ ദാഹത്തിൽ പങ്കാളികളായ വ്യക്തികളാണ്. വിശുദ്ധരുടെ ജീവചരിത്രം ഒന്ന് പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഭാരതസഭയിലെ ആദ്യത്തെ വിശുദ്ധയായിരിക്കുന്ന അൽഫോൻസാമ നിരന്തരം പ്രാർത്ഥിക്കാറുള്ള പ്രാർത്ഥനയാണ്, ലോകത്തുള്ള സകലതിനെയും എനിക്ക് കയ്പുനീരാക്കി മാറ്റണമേ എന്ന്. ലോകത്തുള്ള സകലതിനെയും എനിക്ക് കയ്പുനീരാക്കി മാറ്റണമേ എന്ന്. എന്തുകൊണ്ടാണ് അൽഫോൻസാമ ഇപ്രകാരം പ്രാർത്ഥിക്കാനുള്ള കാരണം? സകല സഹനങ്ങളും, ലോകത്തുള്ള എല്ലാ സഹനങ്ങളും ഏറ്റെടുക്കാൻ, അല്ലെങ്കിൽ സ്വന്തം ജീവിതത്തിലെ എല്ലാ അനുഭവങ്ങളും വേദനയുടെ അനുഭവങ്ങളായി സ്നേഹത്തോടെ സ്വീകരിക്കുവാൻ, വേദനയുടെ എല്ലാ അനുഭവങ്ങളെയും സന്തോഷത്തോടെ സ്വീകരിക്കുവാൻ തയ്യാറായി സഹനങ്ങൾ ചോദിച്ചു വാങ്ങിയ ഒരു വിശുദ്ധാത്മാവ്. പ്രിയപ്പെട്ടവരെ, മനഃശാസ്ത്രപരമായ രീതിയിൽ ചിന്തിച്ചാൽ ഒരാൾ സ്വന്തം ശരീരത്തെ സ്വയമേവ മുറിപ്പെടുത്തി അല്ലെങ്കിൽ വേദനിപ്പിച്ച് അതിൽ ലഹരി അനുഭവിക്കുന്ന ഒരു തരം മാനസിക വൈകല്യമുണ്ട്. ഇവിടെ വിശുദ്ധയ്ക്ക് അങ്ങനെ ഒരു സ്വന്തം ശരീരത്തെ വേദനിപ്പിച്ച് സന്തോഷം അനുഭവിക്കാനുള്ള ഒരു മാനസിക വൈകല്യമായിരുന്നോ? ഒരിക്കലുമല്ല. നേരെ മറിച്ച് സഹനങ്ങൾ ചോദിച്ചു വാങ്ങിയത് ക്രിസ്തുവിൻ്റെ ഈ ദാഹത്തിൽ പങ്കാളിയാകാൻ വേണ്ടിയായിരുന്നു. സകല മനുഷ്യരെയും രക്ഷിച്ചെടുക്കാൻ വേണ്ടിയായിരുന്നു. ആരെങ്കിലും ഒരാൾ ഒരു വലിയ രോഗവുമായി ഈ അമ്മയുടെ അരികിൽ വന്ന്, അൽഫോൻസാമയുടെ അരികിൽ വന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഈ രോഗത്തിൽ നിന്ന് സൗഖ്യം കിട്ടാൻ വേണ്ടി എനിക്കായി പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ പ്രാർത്ഥിക്കാമെന്ന് വെറുതെ ഏൽക്കുക മാത്രമല്ല, ആ വ്യക്തി പോയി കഴിഞ്ഞാൽ പിന്നെ ഈശോയോട് അൽഫോൻസാമ പ്രാർത്ഥിക്കുന്നത്, ഈശോയെ എനിക്ക് ആ രോഗം തരിക, ആ വ്യക്തിയിൽ നിന്ന് ആ രോഗം എടുത്തു മാറ്റി ആ രോഗം പകരം എനിക്ക് നൽകുക, ആ വ്യക്തിക്ക് പൂർണ്ണമായി സൗഖ്യം നൽകുക. ഇതാ ആ വ്യക്തിക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ രോഗപീഠയെ, വേദനയെ സ്വയം ഏറ്റുവാങ്ങാൻ തയ്യാറാകുന്ന അൽഫോൻസാമ. അൽഫോൻസാമയുടെ ജീവചരിത്രം പരിശോധിക്കുമ്പോൾ ഉടനീളം കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്, മറ്റുള്ളവരുടെ രോഗങ്ങളും മറ്റുള്ളവരുടെ സഹനങ്ങളും അവർക്ക് സൗഖ്യം കിട്ടാൻ അവരിൽ നിന്ന് അത് സ്വയം ഏറ്റുവാങ്ങാൻ തയ്യാറായി കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന അൽഫോൻസാമ. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ കർത്താവ് ഉത്തരം കൊടുക്കാറുമുണ്ട്. ആ വ്യക്തികളുടെ ആ സഹനം, തലവേദനയാകാം, പനിയാകാം, മറ്റു രോഗമാകാം, അതങ്ങനെ തന്നെ അൽഫോൻസാമയ്ക്ക് കൊടുക്കുന്നു. ആ വ്യക്തികൾക്ക് സൗഖ്യം പ്രാപിക്കാനായി സാധിക്കുകയും ചെയ്യുന്നു. ഈശോയിൽ സ്നേഹമുള്ളവരെ, അപ്പോൾ ആത്മരക്ഷാ ദാഹത്താൽ ജ്വലിച്ച ഒരു വിശുദ്ധാത്മാവ് സ്വന്തം ജീവിതത്തിൽ നടത്തിയ പ്രാർത്ഥന, ലോകത്തുള്ള സകലതിനെയും കയ്പാക്കി മാറ്റണമേ എന്ന് അൽഫോൻസാമ പ്രാർത്ഥിച്ചതിൻ്റെ കാരണം അതാണ്. വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നുണ്ടല്ലോ, ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ സഹനത്തിൻ്റെ കുറവ് എൻ്റെ ശരീരത്തിലൂടെ ഞാൻ നികത്തുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ സഹനത്തിൻ്റെ കുറവ് എൻ്റെ ശരീരത്തിലെ സഹനത്തിലൂടെ ഞാൻ നികത്തുന്നു എന്ന് വെച്ചാൽ ക്രിസ്തുവിൻ്റെ സഹനത്തിൽ ഒരു കുറവ് യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടില്ല, പൂർണ്ണമായ രീതിയിൽ തന്നെ സഹിച്ചിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറയുന്നത്? തീർച്ചയായും ഈശോ ദൈവപുത്രൻ, ദൈവം എന്ന നിലയ്ക്ക്, ദൈവമാണെന്നുള്ള നിലയ്ക്ക് പരിപൂർണമായ ദൈവീകത പൂർണ്ണമായി നിലനിൽക്കുമ്പോഴും മനുഷ്യാവതാരം ചെയ്ത ക്രിസ്തു, മനുഷ്യനായി അവതരിച്ച ക്രിസ്തു, മാനുഷികതയിലേക്ക് ഇറങ്ങി വന്ന ക്രിസ്തു മാനുഷികമായ എല്ലാ പരിധികളും പരിമിതികളും ഉള്ള വ്യക്തിയായിരുന്നു. എല്ലാ പരിമിതികളും പരിധികളും ഉള്ള വ്യക്തിയായിരുന്നു. മാനുഷികമായ എല്ലാ പരിധികളും
പൂർണ്ണ മനുഷ്യൻ എന്ന നിലയ്ക്ക് ഈശോ അനുഭവിച്ചിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈശോ ഒരു മനുഷ്യനെ പോലെ വേദന അനുഭവിച്ചിട്ടുണ്ട്, ഒരു മനുഷ്യനെ പോലെ സഹിച്ചിട്ടുണ്ട്. ഒരു മനുഷ്യൻ എന്തെല്ലാം ശരീരത്തിൽ സഹനത്യാഗങ്ങൾ ഏതെല്ലാം രീതിയിൽ അനുഭവവേദ്യമാകുന്നോ അതിൻ്റെ പാരമ്യത്തിൽ തന്നെ ക്രിസ്തു അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു പൂർണ്ണ മനുഷ്യൻ എന്ന നിലയിലുള്ള പരിധികളും പരിമിതികളും തീർച്ചയായിട്ടുമുണ്ട്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ സഹനത്തിൻ്റെ കുറവ് എൻ്റെ ശരീരത്തിലെ സഹനത്തിലൂടെ ഞാൻ പൂർത്തീകരിക്കുന്നുവെന്ന്. ഇതേ ചിന്ത പുലർത്തിയിരുന്നവരാണ് ഓരോ വിശുദ്ധാത്മാക്കളും, ഓരോ പുണ്യാത്മാക്കളും. അൽഫോൻസാം അതുകൊണ്ടാണ് ലോകത്തുള്ള സകലതിനെയും എനിക്ക് കയ്പുനീരാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ചത്. സ്വന്തം ശരീരത്തിൽ ഇഷ്ടംപോലെ രോഗങ്ങളുണ്ടായിരുന്നു. സന്തോഷത്തോടെ സ്നേഹത്തോടെ അതിനെ സ്വീകരിച്ച് തമ്പുരാന് സമർപ്പിച്ച് അത് അനേകർക്ക് സൗഖ്യമാക്കിയും ആത്മാക്കളുടെ രക്ഷയ്ക്കായി കാഴ്ചവെച്ചും അൽഫോൻസാമ ഇതാ അനേകം ആത്മാക്കളെ രക്ഷിച്ചെടുക്കാനായിട്ട് പരിശ്രമിക്കുന്നു. ഇതുപോലെ തന്നെ വിശുദ്ധ എൗപ്രാസ്യാമയുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നുണ്ട്. എൗപ്രാസ്യാമ സ്ഥിരമായി പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥന, എല്ലാവരും എന്നെ വെറുത്തുകൊള്ളട്ടെ, എൻ്റെ ഈശോയെ ആരും വെറുക്കാതിരുന്നാൽ മതി. എല്ലാവരും എന്നെ വെറുത്തുകൊള്ളട്ടെ, എന്നാൽ എൻ്റെ ഈശോയെ ആരും വെറുക്കാതിരുന്നാൽ മതി. പ്രിയപ്പെട്ടവരെ, എല്ലാവരും എന്നെ വെറുത്തുകൊള്ളട്ടെ എന്ന വാചകം മനഃശാസ്ത്രപരമായ രീതിയിൽ ചിന്തിച്ചാൽ ഒട്ടും സെൽഫ് എസ്റ്റീം ഇല്ലാത്ത ഒരു വാചകമായി ഒരുപക്ഷെ വ്യാഖ്യാനിക്കപ്പെട്ടേക്കാം. സെൽഫ് എസ്റ്റീം ഇല്ലാത്തത് കൊണ്ടാണോ എൗപ്രാസ്യാമ എന്ന വലിയ വിശുദ്ധാത്മാവ് അങ്ങനെ പ്രാർത്ഥിച്ചിരുന്നത്? ഒരിക്കലുമല്ല. നേരെ മറിച്ച് ലോകത്തുള്ള സകല മനുഷ്യരും എന്നെ വെറുത്താലും എൻ്റെ ക്രിസ്തുവിനെ വെറുക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ അത്രത്തോളം ക്രിസ്തുവിനെ സ്നേഹിച്ച ഒരു ബലിയാത്മാവിൻ്റെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്നും പുറത്തു വന്ന പ്രാർത്ഥനയാണ് അത്. ക്രിസ്തുവിനോടുള്ള സ്നേഹത്താൽ ജ്വലിച്ച് ക്രിസ്തു ഒരിക്കലും അപമാനിക്കപ്പെടാൻ പാടില്ല, സ്നേഹിക്കപ്പെടാതിരിക്കാൻ പാടില്ല, വെറുക്കപ്പെടാൻ പാടില്ല എന്ന ചിന്തയോടെ ക്രിസ്തുവിന് വേണ്ടി സഹിക്കാൻ, ഒരിക്കൽ എനിക്ക് വേണ്ടി സഹിച്ച, ഒരിക്കൽ എനിക്ക് വേണ്ടി മരിച്ച, ഒരിക്കൽ എനിക്ക് വേണ്ടി തോറ്റുകൊടുത്ത, ഒരിക്കൽ എനിക്ക് വേണ്ടി സകല സഹന അനുഭവങ്ങളിലൂടെ കടന്നുപോയ കർത്താവ് ഈശോ മിശിഹായ്ക്ക് പകരമായി ഇന്ന് കർത്താവിന് വേണ്ടി സഹിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന സ്നേഹബുദ്ധിയുടെ, നിർബന്ധ ബുദ്ധിയുടെ സ്നേഹശാഠ്യമാണ് ഇവിടെ എൗപ്രാസ്യാമയുടെ പ്രാർത്ഥനയിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അങ്ങനെ സഹിച്ച് സഹിച്ച് അനേകം ആത്മാക്കളെ രക്ഷിക്കാൻ പരിശ്രമിക്കുന്ന ഒരു പുണ്യാത്മാവ്. ഇനി വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യായിലേക്ക് വരിക. മറ്റൊരു രീതിയിൽ ക്രിസ്തുവിന് വേണ്ടി ആത്മാക്കളെ രക്ഷിക്കാൻ പരിശ്രമിച്ച വ്യക്തിയാണ് മറിയം ത്രേസ്യ, വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യ. ഈശോയിൽ സ്നേഹമുള്ളവരെ, മറിയം ത്രേസ്യ ഈ കേരളത്തിലായിരുന്ന, അല്ലെങ്കിൽ മറിയം ത്രേസ്യയുടെ ജീവിതത്തിൻ്റെ കാലഘട്ടങ്ങളിലും കേരളത്തിൻ്റെ അന്നത്തെ പരിസ്ഥിതിയൊക്കെ വെച്ച് നോക്കിയാൽ മറിയം ത്രേസ്യ നടത്തിയത് ഒരു വലിയ വിപ്ലവം തന്നെയാണ്. കാരണം കുടുംബ നവീകരണങ്ങളെ ലക്ഷ്യം വെച്ച് കുടുംബങ്ങൾ തോറും കയറി ഇറങ്ങി അവിടെയൊക്കെ അവർക്കൊക്കെ വേണ്ടി കൗൺസിലിംഗ് നടത്തിയും പ്രാർത്ഥിച്ചും ശക്തിപ്പെടുത്തിയും അവരെ ക്രിസ്തു സ്നേഹത്തിലേക്ക് കൊണ്ടുവന്ന് ഒരു വിശുദ്ധീകരണത്തിന് വേണ്ടി ഈ അമ്മ ഇറങ്ങിത്തിരിക്കുമ്പോൾ അന്നത്തെ കേരളത്തിൻ്റെ പശ്ചാത്തലം വെച്ച് ചിന്തിച്ചാൽ ഒരു സ്ത്രീ, പ്രത്യേകിച്ചും ഒരു കന്യാസ്ത്രീ, ഒരു സിസ്റ്റർ ഇങ്ങനെയൊക്കെ ഇറങ്ങിത്തിരിക്കുക എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പോലും, യാഥാസ്ഥിതികർക്ക് ഒരു തരത്തിലും ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമായിരുന്നു. എന്തുമാത്രം പഴികൾ ഈ അമ്മ കേട്ടിട്ടുണ്ടാകും. ഭ്രാന്തി എന്ന് മുദ്ര കുത്തപ്പെട്ടിട്ടുണ്ട്. മറ്റുള്ളവരാൽ ഒത്തിരിയേറെ തിരസ്കരണത്തിന് അനുഭവങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട്. വലിയ ആദരവും ബഹുമാനവും സ്നേഹപൂർവകമായ സ്വീകരണമൊന്നും ആയിരുന്നില്ല ആരംഭത്തിലൊക്കെ ഉണ്ടായിരുന്നത്. കന്യാസ്ത്രീകൾക്ക് മഠത്തിൻ്റെ അകത്തിരുന്ന് പ്രാർത്ഥിച്ചാൽ പോരെ, ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങേണ്ട കാര്യമൊക്കെ ഉണ്ടോ, ഇങ്ങനെ വീട് വീടാന്തരമൊക്കെ കയറിറങ്ങാൻ പാടുണ്ടോ, ഈ രീതിയിലൊക്കെയുള്ള വളരെ നെഗറ്റീവായ നിഷേധാത്മകമായ ചിന്തകളൊക്കെ ഒത്തിരി അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംസാരങ്ങളൊക്കെ ഒത്തിരി ഈ അമ്മയ്ക്ക് കേൾക്കേണ്ടതായി വന്നിട്ടുണ്ട്. എന്നിട്ടും മറിയം ത്രേസ്യ അതിനെയൊക്കെ അവഗണിച്ച് ഇതാ ഇങ്ങനെ ഒരു കുടുംബ നവീകരണത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചിട്ടുണ്ട് എങ്കിൽ എന്തുമാത്രം ഈശോയോടുള്ള സ്നേഹം ഹൃദയത്തിൽ ജ്വലിച്ചിട്ടുണ്ട്, എന്തുമാത്രം ഈശോയ്ക്ക് വേണ്ടി ആത്മാക്കൾ രക്ഷിക്കാനുള്ള അടങ്ങാത്ത ദാഹം ഹൃദയത്തിൽ ജ്വലിച്ചിട്ടുണ്ട്. ആ ദാഹം, അടങ്ങാത്ത ദാഹം ഇരിക്കപ്പുറതിയില്ലാത്തൊരു തലത്തിലേക്ക് എത്തുമ്പോഴാണ് ക്രിസ്തുവിന് വേണ്ടി ആത്മാക്കളെ നേടിയെടുക്കാൻ പുണ്യാത്മാക്കൾ ഇറങ്ങിത്തിരിക്കുക. പ്രിയപ്പെട്ടവരെ, അൽഫോൻസാമ സഹനത്തിലൂടെ, എൗപ്രാസ്യാമ പ്രാർത്ഥനയിലൂടെ, മറിയം ത്രേസ്യ ഇതാ കുടുംബ നവീകരണ പ്രവർത്തനങ്ങളിലൂടെ അനേകം ആത്മാക്കളെ രക്ഷിച്ചെടുക്കാനായി ജീവിതം മുഴുവനും സമർപ്പിക്കുന്ന കാഴ്ച. ഇത് ഭാരതസഭയിലെ അൽഫോൻസാമയോടൊപ്പം വാഴ്ത്തപ്പെട്ടവരുടെ പദവിയിലേക്കും എൗപ്രാസ്യാമയോടൊപ്പം വിശുദ്ധരുടെ പദവിയിലേക്കും
ഉയർത്തപ്പെട്ട വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസ് പിതാവ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് നോക്കുക. 66 വർഷം മാത്രം നീണ്ടുനിന്ന കൊച്ചു ജീവിത കാലഘട്ടത്തിനുള്ളിൽ അദ്ദേഹം ചെയ്തു തീർത്ത കാര്യങ്ങൾ പരിശോധിച്ചാൽ എണ്ണിയാൽ ഒടുങ്ങാത്ത അത്ഭുതങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ സംഭവിച്ചത്. അത്ഭുതങ്ങൾ ഞാൻ പറഞ്ഞത്, അദ്ദേഹം ഈ നാട്ടിൽ ചെയ്തു വെച്ച കാര്യങ്ങൾ, ആരംഭം കുറിച്ച കാര്യങ്ങൾ ഓരോന്നും എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നാം. അന്നത്തെ കാലഘട്ടത്തിൽ ഒരു മനുഷ്യന് എങ്ങനെ ഇതൊക്കെ സാധിച്ചുവെന്ന്. 660 വർഷം ജീവിച്ചാൽ പോലും ഒരു മനുഷ്യന് ചെയ്തു തീർക്കാൻ പറ്റാത്ത അത്രയധികം കാര്യങ്ങൾ ആത്മീയ മേഖലയിലും ഭൗതിക മേഖലയിലും ഒരുപോലെ നിർവഹിച്ച കർമ്മയോഗിയായിരുന്നു ചാവറ കുര്യാക്കോസ് ഏലിയാസ് പിതാവ്. കർമ്മയോഗിയായിരുന്നു ചാവറ കുര്യാക്കോസ് ഏലിയാസ് പിതാവ്. അദ്ദേഹം നമ്മുടെ നാടിന് വേണ്ടി ചെയ്തിട്ടുള്ള ചില കാര്യങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ, അതിനുവേണ്ടി അദ്ദേഹം നടത്തിയ അധ്വാനങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ, അതിനെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ കണ്ണുകളിൽ കണ്ണുനീര് നിറഞ്ഞു പോകും. കാരണം അത്രത്തോളം സഭയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ ദൈവമക്കൾക്ക് വേണ്ടി, അല്ലെങ്കിൽ ജാതിമത വർഗ്ഗവർണ്ണ വ്യത്യാസം കൂടാതെ സകലർക്കും വേണ്ടി അദ്ദേഹം ചെയ്തിട്ടുള്ളത് അത്രയേറെ കാര്യങ്ങളാണ്. അത്രത്തോളം വലിയ ത്യാഗമാണ്. പ്രിയപ്പെട്ടവരെയും, അന്നത്തെ കാലഘട്ടത്തിൽ കത്തോലിക്ക സഭയ്ക്ക്, അല്ലെങ്കിൽ കേരളത്തിലെ, ഭാരതത്തിലെ കത്തോലിക്ക സഭയ്ക്ക്, പ്രത്യേകിച്ച് കേരളത്തിലെ സമൂഹത്തിന് കത്തോലിക്ക പരമായ പ്രബോധനപരമായ കാര്യങ്ങൾ, അല്ലെങ്കിൽ പ്രാർത്ഥനാപരമായ കാര്യങ്ങളൊക്കെ അച്ചടിക്കാൻ ഒരു പ്രസ് ഒന്നും ഉണ്ടാകാതിരുന്നൊരു കാലഘട്ടമാണ്, ഉണ്ടായിരുന്നില്ല ആ കാലഘട്ടത്തിൽ. ആ സമയത്താണ് ചാവറ പിതാവ് അക്ഷര വെളിച്ചത്തിലൂടെ മാത്രമേ അജ്ഞതയുടെ അന്ധകാരത്തെ അകറ്റാൻ സാധിക്കൂ എന്ന ഉറച്ച തീരുമാനത്തിൽ ഒരു പ്രസ്സിന് വേണ്ടി, ഒരു പ്രസ് ഉണ്ടാക്കാനുള്ള ദാഹം, എങ്ങനെ അച്ചടിച്ച് ലേഖനങ്ങളോ അതല്ലെങ്കിൽ പ്രാർത്ഥനാ പുസ്തകങ്ങളോ എങ്ങനെ ദൈവമക്കളുടെ കൈകളിൽ എത്തിക്കാമെന്ന ചിന്ത ഹൃദയത്തിൽ ശക്തമാകുന്നത്. പ്രിയപ്പെട്ടവരെയും, ചാവറ പിതാവ് അതിനുവേണ്ടി ഒത്തിരിയേറെ അധ്വാനിക്കേണ്ടതായിട്ട് വന്നു, ഒത്തിരി കഷ്ടപ്പെടേണ്ടതായിട്ട് വന്നു. പ്രത്യേകിച്ചും അന്ന് കേരളത്തിൽ ആകപ്പാടെ 2 പ്രസ്സേ ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് തിരുവനന്തപുരത്ത് ഗവൺമെൻറ്റിൻ്റെ പ്രസ്സും, 2 പ്രൊട്ടസ്റ്റന്റ് സഭാ വിഭാഗത്തിൽപ്പെട്ട ഒരു പ്രസ്സും. അവിടെ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന കാര്യങ്ങൾ കത്തോലിക്ക വിശ്വാസത്തിൻ്റെ പ്രബോധനങ്ങൾക്ക് തികച്ചും വിരുദ്ധമായ കാര്യങ്ങൾ. അതുകൊണ്ട് ഒത്തിരി മനസ്സ് വേദനിച്ച ചാവറ പിതാവ് പ്രാർത്ഥനകളും കത്തോലിക്ക സഭയുടെ പ്രബോധനങ്ങളും ഒക്കെ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അവർക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി പ്രസിദ്ധീകരണങ്ങൾ ആരംഭിക്കാൻ ആഗ്രഹിച്ച് അദ്ദേഹം ഇറങ്ങിത്തിരിക്കുകയാണ്. അദ്ദേഹം തിരുവനന്തപുരത്ത് പോയി പ്രത്യേകം അവിടുത്തെ അധികാരികളൊക്കെ ചെന്ന് കണ്ട് ഒത്തിരിയേറെ കഷ്ടപ്പെട്ട് അനുവാദം മേടിച്ച് അവിടെ ചെന്ന പ്രസ് ഒന്ന് കാണുകയാണ്. കണ്ട കാര്യങ്ങൾ മനസ്സിൽ പതിപ്പിച്ച് വീണ്ടും ആശ്രമത്തിൽ വന്ന് വാഴപ്പിണ്ടിയിൽ ആ പ്രസ്സിൻ്റെ രൂപം ഉണ്ടാക്കി. അതിനുശേഷം ആശാരിയെ കാണിച്ചു മരത്തിൽ അത് പണി തീർത്തു. അങ്ങനെയാണ് ആദ്യത്തെ ഒരു പ്രസ് നമ്മുടെ നാട്ടിൽ, കേരളത്ത് അത് ഉണ്ടാകുന്നത് തന്നെ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഓരോന്നും എടുത്ത് പരിശോധിക്കുമ്പോൾ ചാവറ പിതാവിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം ചെയ്ത ഓരോരോ കാര്യങ്ങൾ, കുഞ്ഞു കാര്യങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ 66 വർഷത്തെ കൊച്ചു ജീവിതത്തിനുള്ളിൽ അദ്ദേഹം ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തതാ. രാത്രിയെന്നോ പകലൊന്നോ വ്യത്യാസം കൂടാതെ അദ്ദേഹം അധ്വാനിച്ചതിൻ്റെ പുറകിൽ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, ആത്മാക്കളെ മുഴുവനും ഈശോയ്ക്കായിട്ട് നേടിയെടുക്കുക എന്നുള്ള വലിയ ലക്ഷ്യം. വിശുദ്ധ കൊച്ചുത്രേസ്യ, അഖില ലോക മിഷൻ പ്രവർത്തനത്തിൻ്റെ മധ്യസ്ഥയായി അറിയപ്പെടുന്ന കൊച്ചുത്രേസ്യ തൻ്റെ ജീവിതത്തിൽ ഏറ്റവും ചെറിയ നിസ്സാരമായ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അത് ഈശോയ്ക്കായിട്ട് സമർപ്പിച്ച് ആത്മാക്കളെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചിരുന്നു. ഇതുപോലെ തന്നെ ഫ്രാൻസിസ് സേവ്യർ, അദ്ദേഹം ഇത് ലോകം മുഴുവൻ ചുറ്റി നടന്ന് ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി അധ്വാനിച്ചിരുന്നു. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളെക്കൊണ്ട് പറ്റുന്ന വിധത്തിൽ പ്രാർത്ഥിച്ചും പരിഹാരങ്ങൾ അനുഷ്ഠിച്ചും ത്യാഗങ്ങൾ ചെയ്തും സാധിക്കുന്നിടത്തോളം ആത്മാക്കളെ രക്ഷിച്ച് സ്വർഗം ആത്മാക്കളെ കൊണ്ട് നിറയ്ക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. നമ്മുടെ സ്വന്തം ആത്മാവ് രക്ഷപ്പെടാനും അതിനെക്കുറിച്ചുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകണം. പ്രാർത്ഥന വഴി, വിശുദ്ധ കുർബാന അർപ്പണം വഴി, ജപമാല ചൊല്ലിക്കൊണ്ടും മറ്റു കൂദാശ സ്വീകരണത്തിലൂടെയും സ്വന്തം ആത്മാവും, ഒപ്പം നമ്മുടെ വിശുദ്ധീകരണത്തിൻ്റെ ജീവിതം വഴി, ത്യാഗങ്ങൾ വഴി, പരിഹാരങ്ങൾ വഴി കുടുംബാംഗങ്ങളുടെ, പ്രിയപ്പെട്ടവരുടെ, ലോകം മുഴുവൻ്റെ ആത്മാക്കളെ രക്ഷിക്കാൻ, ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളെ രക്ഷിക്കാനൊക്കെയുള്ള വലിയ അടങ്ങാത്ത ദാഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഈശോ നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.